എന്നെ പോലത്തെ ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മൗലിദ് ഓതിക്കൊണ്ടിരിക്കും. ഹലോ ഹലോ കുറച്ച് പിന്നെ വിളിക്ക. ഈ മൗലിദിന്റെ ഇടയിൽ നിന്ന് മൊബൈൽ. പിന്നെ ഒരാള് ഹദീസ് ഓതിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആള് ഓതുകയോ ബൈത്തേലുകയോ സലാത്തേലുകയോ ചെയ്യുന്നതിന് പിന്നെ ഇടയ്ക്കുന്നു ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട അല്ലാമ സർഖാനി മവാഹിബിന്റെ ശറഹിൽ മവാഹിബിൽ പറഞ്ഞതിനെ വിശദീകരിച്ച് പറയുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹദീസിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് പറഞ്ഞു. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഫ്ആല് അഖ്വാല് തഖ്രീറത്ത് അഹ്വാലും കൂടി ഹദീസിന്റെ ഉലമാക്കൾ പലരും ഹദീസിന്റെ തരീഫ് പറയുമ്പോൾ വഹവാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്വാല് എന്താ? തങ്ങളുടെ മദ്ഹ്, തങ്ങളുടെ ശരീരത്തിന്റെ വസ്ഫ്, തങ്ങളുടെ വാക്ക്, തങ്ങളുടെ അവസ്ഥകളെല്ലാം, ആ സ്ഥാനം, അതെല്ലാം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസിന്റെ മജ്ലിസിനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എങ്ങനെ ബഹുമാനിച്ചു അത് മനസ്സിലാക്കണം. അതേപോലെ നമ്മളുടെ മൗലിദിന്റെ മജ്ലിസുകളെ ബഹുമാനിക്കണം. മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ മജ്ലിസിൽ ആരെങ്കിലും ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവരെ പേടിപ്പിക്കും. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, തങ്ങളുടെ മദ്ഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാണ്. ആ ശബ്ദത്തേക്കാൾ നമ്മളുടെ ശബ്ദം വരാൻ പറ്റുകയില്ല. ഒന്ന് അത്. മറ്റൊന്ന്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇൽമുൽ ഫിഖ്, മറ്റുള്ള പല താരീഖികരയുള്ള ഇൽമുകൾ പറഞ്ഞു കൊടുക്കുന്ന അവസരം പോലെയല്ല ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന അവസരം അവർ ചെയ്തിരുന്നത്. ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം കുളിച്ച് വുളു എടുത്ത് ഒരുങ്ങും, നല്ല വസ്ത്രം ധരിക്കും, സുഗന്ധം പരട്ടും, തലയ്ക്കെട്ടിന്റെ മേലെ തൈലസാനിടും, എന്നിട്ട് വയറുന്ന സ്ഥലത്തിരിക്കും. സാധാരണ എല്ലാവരുടെയും ആ സ്ഥാനത്തല്ല വയറുന്നിരിക്കും. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് പറയുന്നത്. അവിടെ ഉഊദ് പുകപ്പിക്കും. ഈ ഹദീസിന്റെ ദർസ് തുടങ്ങി അവസാനിക്കുന്നത് വരെ മണവസ്തു അവിടെ പുകഞ്ഞും കൊണ്ടേ ഉണ്ടാകും. എന്താ? മജ്ലിസ് അങ്ങനെയുള്ള മജ്ലിസാണ്. ഇതായിരുന്നു മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചത്, തങ്ങളുടെ മദ്ഹിനെയും തങ്ങളുടെ ഹദീസിനെയും ബഹുമാനിച്ചത്. ഇതുപോലെയാണ് വേണ്ടത്. നമ്മളുടെ അവസ്ഥയോ എന്താണെന്ന്? മജ്ലിസിലേക്ക് മണമുള്ള വസ്തു പുകപ്പിച്ചിട്ട് കൊണ്ടുവന്നാല് പുറത്ത് വെക്ക്. എന്തിനീ പുറത്ത് കത്തിക്കുന്നത്? മജ്ലിസല്ലേ മണക്കേണ്ടത്? പിന്നെന്തായിരിക്കും? ചിലപ്പോൾ നേർച്ചയ്ക്ക് അല്ലേ ഏറ്റവും വില കുറഞ്ഞ ലോബാന് കൊണ്ടുവരുന്നതായിരിക്കും. അത് പിന്നെ തൊണ്ടക്കുത്താണ്ടിരിക്കുകയില്ല. അല്ല മുന്തിയത് കൊടന്നാലോ
നല്ല ഈത്തപ്പഴം കാണാം, അതും പറയാതിരിക്കാൻ സാധ്യമല്ല. നല്ല ഈത്തപ്പഴം. ചിലയിടത്ത് അങ്ങനെയല്ല, നേർച്ചക്ക് എന്ന് പറയുമ്പോൾ പീഡിയക്കാരനല്ല ചോദിക്കൂ, എന്തിക്ക് ഈത്തപ്പഴ നല്ല മുളു തീത്ത് കൊണ്ടുപോണ്ട് എല്ലാവരും. അത് പെരുവില ഉണ്ട ഉണ്ടാവും, കയ്യിൽ തൊട്ടെങ്കിലും ഒട്ടാകെ എന്തെല്ലാം. പിന്നെന്താക്കി, ഈ പടത്തിലിരുന്നിട്ട് മോല് തോന്നിയതല്ലേ, ഇങ്ങനെ തൊട്ട് എടുത്ത് എല്ലാവരും ഓരോന്നും എടുക്കുമല്ലോ, ആ പടത്തിലേക്ക് തന്നെ കയ്യും തോർത്തിട്ട് അങ്ങനത്തെ ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം കൊണ്ടുവരണം മൗലിദിന്. മുന്തിയത് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അങ്ങനെയാവണം. പേരോട് ഉസ്താദ് പറഞ്ഞില്ലേ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് കൂടുതലുള്ള ആർക്ക്? ഉസാബത്ത് ബിൻ സയ്യിദ് അവിടെ അധികം കൊടുത്തു. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്താണത്. അപ്പൊ ഇത് പറയാൻ കാരണം, ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈത്തപ്പഴം മജ്‌ലിസിൽ വെക്കൽ തപ്പു എന്ന് പറഞ്ഞു, ശരിയാത് തപ്പു? അത് വെച്ച ആ വെപ്പ് അതിന്റെ ആകൃതി നോക്കണം, നോക്കി തപ്പു അല്ലെങ്കിൽ റേറ്റ് പറയാം. എങ്ങനെ വെച്ചിന്? അല്ലല്ല എന്തേ, അത് പൂജന്റെ സമയത്ത് വെക്കുന്നത്. ഇത് ഈത്തപ്പഴം ഞങ്ങൾക്കറിയാലോ, ഞാൻ പൂജക്ക് പോയിട്ടില്ല, അത് നോക്കിയല്ല ഞാൻ പറയും. പൂജക്ക് വെച്ച് എന്ന് പറഞ്ഞിട്ട് പൂജന്റെ അവിടെയുള്ള ഒരു സാധനവും നമുക്ക് ഇവിടെ പറ്റില്ല അറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകാൻ. പൂജ കഴിഞ്ഞിട്ട് ഒരു ചോറ് കഴിക്കും. അപ്പൊ ഞാൻ എന്താക്കുന്ന മൂലത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും തങ്ങടാക്കി ചോറെല്ലാം ബാക്കി. അത് പൂജ കഴിഞ്ഞിട്ട് വയ്ക്കുന്നത്. അങ്ങനെ എന്തും ചെയ്യാൻ പാടില്ല അറിഞ്ഞിട്ടുണ്ടാവും.